മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് LDFും UDFും. BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകും. BJPയെ മാറ്റി നിർത്താൻ UDFും LDFും ഒന്നിക്കുമെന്ന തരത്തിൽ ഉയർന്ന ചർച്ചയ്ക്കെല്ലാം വിരാമമായിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. മേയർ സ്ഥാനത്തേക്ക് LDFും UDFും സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. BJPയെ മാറ്റി നിർത്താൻ ഇപ്പോൾ LDFും UDFും ഒന്നിച്ചാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് പുതിയ തീരുമാനത്തിന് പിന്നിൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വിഴിഞ്ഞത്തെ ഫലം കൂടി അറിഞ്ഞ ശേഷം മാത്രം കൂടുതൽ മുന്നോട്ട് പോയാൽ മതിയെന്നും ഇരുമുന്നണികളും വിലയിരുത്തുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് ഇപ്പോൾ LDFും UDFും വ്യക്തമാക്കിയിരിക്കുന്നത്. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് LDFിന്. പുന്നക്കാമുകൾ കൗൺസിൽ RP ശിവജിയായിരിക്കും CPM സ്ഥാനാർത്ഥി. ശിവജിയെ CPM കക്ഷി നേതാവാക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതം ഇടതുമുന്നണിക്കുണ്ടെങ്കിലും സത്യപ്രതിജ്ഞാ ഹാളിലെ ആവേശ കാഴ്ചകൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് UDFും അറിയിച്ചു. സ്ഥാനാർത്ഥിയെ 24-ന് തീരുമാനിക്കും. 24-ന് കൗൺസിലർമാരുടെ യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് UDF അംഗങ്ങൾ ഇന്നലെ സത്യവാചകം ചൊല്ലിയത്. 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. വലിയ ആവേശത്തോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷനൊപ്പം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് BJP അംഗങ്ങൾ കോർപ്പറേഷനിലേക്ക് എത്തിയത്. തലസ്ഥാനത്തെ മേയർ ആരായിരിക്കും എന്നതിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് കാര്യമാക്കുന്നില്ലെന്നും മേയർ പ്രഖ്യാപനത്തിലെ സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെയെന്നും നേതാക്കൾ പറഞ്ഞു. 26-നാണ് മേയർ തെരഞ്ഞെടുപ്പ്. അതുവരെ ചർച്ച തുടരും. R ശ്രീലേഖയോ VV രാജേഷോ അതോ അപ്രതീക്ഷിത മേയർ വരുമോ എന്നും തീരുമാനമായിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ച വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് 12-നാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഒരു സീറ്റിൽ 9 സ്ഥാനാർത്ഥികൾ ഇതുവരെ മാത്രം പത്രിക നൽകിയിട്ടുണ്ട്. ഇവിടെ BJP വിജയിച്ചാൽ ആരുടെയും പിന്തുണയില്ലാതെ ഭരണം നിലനിർത്താനാകും. മറിച്ചാണെങ്കിൽ 2 സ്വതന്ത്രാംഗങ്ങളുടെ നിലപാടും കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകമാണ്.